Okay. Now we are starting with a third part or another module of part B, like fifth module. നമുക്ക് മൂന്ന് മോഡ്യൂൾസിലെ ക്വസ്റ്റ്യൻ ആണ്. This one is fifth module questions. Compared to other modules in network theory, fifth module കുറേ കൂടി ഈസിയാണ്. ഇറ്റ്സ് based on or it is more focus on parameters or network parameters. Okay, network parameters. And network parameters എന്ന് വെച്ചാൽ how the network can be represented using some other quantities or some other parameter. ഇങ്ങനെ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരാമീറ്റർ ഉണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. There are different type of parameter: impedance parameter or Z parameter, admittance parameter or Y parameter, and ABCD parameter. And another type is there, a hybrid parameter is there. And ABCD corresponding ആയിട്ടൊരു ഇൻവേഴ്സ് ABCD ഉണ്ട്, ആൻഡ് ഹൈബ്രിഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇൻവേഴ്സ് ഹൈബ്രിഡ് പാരാമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇൻവേഴ്സ് ഹൈബ്രിഡിനെ, ഇതിൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ ജി പാരാമീറ്റർ കൊണ്ടാണ്, ജി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് അത് ആക്ച്വലി എൻ്റെ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ആർ കൺസിഡറിങ് എ ടു പോർട്ട് നെറ്റ്വർക്ക്, it have two different voltages, V1 input voltage and output voltage plus or minus V2. ഒരു നെറ്റ്വർക്ക്, ടു പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിന് ഒരു ഇൻപുട്ട് പോർട്ട് കാണും, അവിടെ ഒരു വോൾട്ടേജ് കൊടുക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക്, ആൻഡ് ദ സെക്കൻഡ് പോർട്ട് output port. And similarly it have another two parameter called another variables called input current and output current or port 2 current. And here note that both the currents are, we are assuming it is entered to the network, and this will be a two port network. Okay, two port network. The entire property of this unknown network can represent using relation between voltages and currents in different port or in the same port itself, or how these input voltage and current is related with output voltage and current, or output voltages and current, how it is related with input voltage and current, or how input voltage and output voltage is related with other two currents. വോൾട്ടേജസ് എങ്ങനെ കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും എങ്ങനെ ഇൻപുട്ട് വോൾട്ടേജിനെയും ഔട്ട്പുട്ട് വോൾട്ടേജിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂസിനെയാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ബേസ്ഡ് ഓൺ ഹൗ വിച്ച് ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റിംഗ്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റർ എന്ന് പറയുന്നത് ഇസഡ് പാരാമീറ്റർ ഇസ് ദെയർ, ഓർ ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി V/I ആണ്. ആൻഡ് Y പാരാമീറ്റർ ഇസ് ദെയർ, ദാറ്റ് ഈസ് കാൾഡ് അഡ്മിറ്റൻസ് എന്ന് പറയുമ്പം I/V ആണ്. ആൻഡ് അനദർ ഈസ് കാൾഡ് ABCD or transmission parameter is there, transmission parameter is there. And another one is called hybrid parameter is there. ഹൈബ്രിഡിനെ നമ്മൾ H കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷന് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ നെറ്റ്വർക്കിൽ ആക്ച്വലി 4 ക്വാണ്ടിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 4 വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് ആർ 2 voltages and 2 currents. We can express any 2 quantity in this network. അത് ഏത് 2 ക്വാണ്ടിറ്റി ആവാം, മേ ബി V1 and I2 ആവാം. V1 and I2നെ നമുക്ക് വേണമെങ്കിൽ കറണ്ടിൻ്റെ ടൈമിൽ, ടോട്ടൽ വോൾട്ടേജസിനെ നമുക്ക് വേണമെങ്കിൽ കറണ്ടിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ കറൻസിനെ നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ഇൻപുട്ടിലെ വാല്യൂസിനെ നമുക്ക് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റീസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഇൻപുട്ടിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സെട്ര ആർ ദെയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുന്ന ആക്ച്വലി നമുക്ക് ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ V/I ആണ്, അല്ലെങ്കിൽ ഇതിലെ വോൾട്ടേജസിനെ എനിക്ക് കറണ്ടിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംപിഡൻസ് പാരാമീറ്റർ ആക്ച്വലി പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ഒരു വോൾട്ടേജസ് ഉണ്ട്, V1നെ എനിക്ക് ഇൻ ടേംസ് ഓഫ് I1 റെപ്രസെൻറ്റ് ചെയ്യാം, Z11 I1 പ്ലസ് Z12 I2, ആൻഡ് V2നെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, Z21 I1 പ്ലസ് Z22 I2 എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഈ V2 കണ്ടുപിടിക്കാൻ I1 ഉം I2 തന്നു കഴിഞ്ഞാൽ, if I know
these parametric values of the network, I can find the value of V1 as well as V2. Similarly, admittance നമ്മൾ പറയുകയാണെങ്കിൽ അതിലെ കറൻസിനെ നമുക്ക് തിരിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. I1 എനിക്ക് V1-ൻ്റെയും V2-ൻ്റെയും ടേമിൽ എഴുതാം. ദാറ്റ് മീൻസ് Y11 ആകുമ്പോൾ V1 പ്ലസ് Y12 V2 എക്സെട്ര. ആൻഡ് ഇത് നമുക്ക് യൂഷ്വലായിട്ട് അറിയാം. വോൾട്ടേജും കറണ്ടും ഇമ്പിഡൻസും അഡ്മിറ്റൻസും നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ABCD പാരാമീറ്റർ ഹൈബ്രിഡ് പാരാമീറ്ററിൻ്റെ കേസിലാണ്. ABCD പാരാമീറ്ററിൻ്റെ വേറൊരു പേര് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ഓർ ട്രാൻസ്ഫർ പാരാമീറ്റർ ഓർ ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ഹിയർ ദ റിലേറ്റിംഗ് വൺ പോർട്ട്, ഒരു പോർട്ടിൽ നിന്ന് സിഗ്നലിന് അടുത്ത പോർട്ടിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. സോ റിലേറ്റിംഗ് ബിറ്റ്വീൻ വൺ പോർട്ട് ആൻഡ് ഫസ്റ്റ് പോർട്ട് ആൻഡ് സെക്കൻഡ് പോർട്ട്, അങ്ങനെയാണ്. സോ ഇവിടെ V1-നെയും I1-നെയും നമ്മൾ ഫങ്ഷൻ ഓഫ് V2 ആൻഡ് I2 ആയിട്ടാണ് എഴുതുക. ABCDക്ക് മാത്രം ഒരു പ്രശ്നമുണ്ട്, അവിടെ I2 എന്നല്ല -I2 കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഫങ്ഷൻ ഓഫ് V2 ആൻഡ് -I2 ആയിട്ട് എഴുതും. എന്ന് വെച്ചാൽ V1-നെ നമുക്ക് A V2 മൈനസ് BI2 എന്ന് എഴുതാം. ആൻഡ് I1-നെ എനിക്ക് എക്ക് പകരം മൂന്നാമത് ABC CV2 മൈനസ് DI2 എന്ന് എഴുതാം. ഇവിടെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇൻപുട്ടിലെ വേരിയബിൾസിനെ ഔട്ട്പുട്ട് വേരിയബിൾസിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഓർ ട്രാൻസ്ഫറിങ് ദ വേരിയബിൾസ് ഓർ ഹൗ ദ ടു ഡിഫറെൻറ്റ് പോർട്ട് വേരിയബിൾസ് ആർ റിലേറ്റിംഗ്. അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്ഫർ പാരാമീറ്റർ ഓർ ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഓർ ABCD പാരാമീറ്റർ എന്ന് പറയുക. ആൻഡ് ഇവിടുത്തെ ഹൈബ്രിഡ് പാരാമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈബ്രിഡ് പാരാമീറ്റർ, ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റർ, നമുക്കവിടെ ഹൈബ്രിഡ് എന്നുള്ള ടേം, ഹൈബ്രിഡ് മീൻസ് ഇറ്റ്സ് എ മിക്സിങ് ഓഫ് സംതിങ് ഓർ മിക്സിങ് കോമ്പിനേഷൻ ഓഫ് സം ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഈ ഹൈബ്രിഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ആർ റിലേറ്റിംഗ് വൺ ഓഫ് ദി വോൾട്ടേജ് ഇൻ ഫോർ വൺ പോർട്ട് ആൻഡ് വി ആർ അസ്യൂമിങ് കറണ്ട് ഇൻ ദി അതർ പോർട്ട് ആൻഡ് എക്സ്പ്രസിങ് വിത്ത് റെസ്പെക്ട് ടു അതർ ടു പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് പോർട്ടിലെ വോൾട്ടേജിനെയും ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ടിനെയും, ഇൻപുട്ട് പോർട്ടിലെ വോൾട്ടേജിനെയും ഔട്ട്പുട്ട് പോർട്ടിലെ കറണ്ടിനെയും തിരിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. എങ്ങനെ? ഇൻപുട്ട് പോർട്ടിലെ കറണ്ടും ഔട്ട്പുട്ട് പോർട്ടിലെ വോൾട്ടേജും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓർ വി വിൽ എക്സ്പ്രസ് V1, I2 ഒരു ഹൈബ്രിഡ് കോമ്പിനേഷനാണ്. ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വേരിയബിൾസും ഡിഫറെൻറ്റ് ടൈപ്പാണ്, പോർട്ടും ഡിഫറെൻ്റ് ആണ്. ആസ് എ ഫങ്ഷൻ ഓഫ് എന്താണെന്ന് എഴുതും, തിരിച്ചെഴുതണം. ഇൻപുട്ട് പാരാമീറ്റർ I1, V2 and we will represent like V1 equal to H11 I1 plus H12 V2 and I2 equal to H21 I1 plus H22 V2 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻസ് അതെ. ഈ റെപ്രസെൻറ്റേഷൻസ് മനസ്സിലാക്കി വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ മോഡ്യൂളിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ABCD പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് Z പാരാമീറ്റർ. അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, ഈ ഇമ്പിഡൻസ് പാരാമീറ്റർ Z11, Z12, Z21 ആൻഡ് Z22 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ദീസ് റിലേറ്റഡ് വിത്ത് ഇതിൻ്റെ ഈ ABCD പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി വിൽ ഡിസ്കസ് ആഫ്റ്റർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏതൊരു കാരണം ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പാരാമീറ്റർ കിട്ടിയാൽ വി ക്യാൻ ഇവാലുവേറ്റ് എനി അതർ പാരാമീറ്റേഴ്സ് ഓഫ് ദാറ്റ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൻ്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ കിട്ടിയാൽ വി ക്യാൻ ഇവാലുവേറ്റ് ആൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്ക് സിമെട്രിക് ആണോ, റെസിപ്രോക്കൽ ആണോ, പിന്നെ അതിൻ്റെ ABCD പാരാമീറ്ററോ എനി അതർ പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാം, ഏതെങ്കിലും ഒരു പാരാമീട്രിക് പ്രോപ്പർട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ. ആൻഡ് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഇവിടെ വേരിയബിൾസിൻ്റെ ടൈമിൽ ഒരു ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്, അത് നമുക്ക് ചെയ്യാം. ആൻഡ് ഐ വിൽ കം ടു ദാറ്റ് ആഫ്റ്റർ സോൾവിങ് എ ന്യൂമറിക്കൽ പ്രോബ്ലം. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്, 9A ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഇതിന് 4 മാർക്കായിരുന്നു ഈ ഡെറിവേഷന്. ആൻഡ് അനദർ there is a problem of finding ABCD parameter of following network and this one also having 4 mark, I think 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഈ 5th മോഡ്യൂളിൽ
ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അത് സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. വേരിയബിൾസ് ഈ എസ് വരുന്ന ഇമാജിനറി അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സും കപ്പാസിറ്ററും വരുന്നതിനെക്കാട്ടി എളുപ്പം ന്യൂമറിക്കൽ വാല്യൂസ് വരുന്ന പ്രോബ്ലം ചെയ്യാനായിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് ആൻ ABCD പാരാമീറ്റർ കണ്ടുപിടിക്കാനാണ്. ആൻഡ് ദ നെറ്റ്വർക്ക്സ്, this network it look like a this network look like a T network. അതിൻ്റെ T network എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഷേപ്പാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും ചില സമയത്ത് എളുപ്പം. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ എന്തായിരിക്കും കറണ്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ എഴുതിയിട്ടായിരിക്കും സോൾവ് ചെയ്യുക. ചില കേസസിൽ നമ്മൾ നോഡ് വോൾട്ടേജസ് എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നോട്ട് വോൾട്ടേജ് അടിച്ചാൽ V1 വരും, V2 ഇവിടെ വരും, ആൻഡ് ഇവിടെ ഒരു V3 വരും. ഇവിടെ കറണ്ടിൽ അടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 കറണ്ട്സ് വരും, I1, I2 ആൻഡ് I3. ഞാനിപ്പം വോൾട്ടേജ് കറണ്ടിൻ്റെ ടൈമിൽ തന്നെ ചെയ്യുകയാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് അതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് ഉള്ളൊരു മെത്തേഡ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കറണ്ട്സ് മാർക്ക് ചെയ്യാണ്, I1, I2 ആൻഡ് I3. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലൂപ്പ് ഇക്വേഷൻ എഴുതിയാണെങ്കിൽ ഇഫ് യു റൈറ്റ് ദ ലൂപ്പ് ഇക്വേഷൻ ഓഫ് ദിസ് വൺ വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് V1 മൈനസ് ടു പ്ലസ് ആയതുകൊണ്ട് V1 മൈനസ് 1 ഇൻറ്റു I1 മൈനസ് 1 ഇൻറ്റു I1 മൈനസ് I1 മൈനസ് I2 അല്ല, ആക്ച്വലി ഹിയർ ഇറ്റ് ഈസ് I1 പ്ലസ് I2. I1ൻ്റെയും I2ൻ്റെയും ഡയറക്ഷൻ എന്താണ്, സെയിം ആണ്. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തതിനകത്ത് ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്ത പലർക്കും ഇത് തെറ്റിയിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് I1 പ്ലസ് I2 ബിക്കോസ് ദ I2 ഈസ് ആൾസോ ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് I1 ഇൻ 1 ohm റെസിസ്റ്റർ. ഇവിടെ I2 എൻ്റർ ചെയ്യാണ്. നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കറണ്ട് റിവേഴ്സ് ചെയ്താണ് എടുക്കുക. 5th മോഡ്യൂളിൻ്റെ എല്ലാ പ്രോബ്ലത്തിലും this I2 is entering to the port or entering to the network. So this one becomes 0. You will get V1 equal to, ഇതിനെ സോൾവ് ചെയ്താൽ I1 ഉണ്ട്, so it is 2I1 plus I2 എന്ന് വരും. Similarly, if you write the second loop equation, ഇവിടെ ഒരു I3 ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ആൻഡ് ദിസ് I3 we can easily find the value of I3. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ആക്ച്വലി, ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തില്ല. The value of I3 is nothing but it is 5I1. ഈ I3യുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് 5I1. ആൻഡ് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് V2 മൈനസ് ടു പ്ലസ്, ഈ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്, മൈനസ് ടു പ്ലസ് V2 മൈനസ് along this 1 ohm resistor there are 2 currents, that is I2 as well as ഈ ഒരു കറണ്ട് കൂടെ വരുന്നുണ്ട്. ഈ കറണ്ടിൻ്റെ വാല്യൂ I3 ആണ്, സോ ഇറ്റ് ഈസ് പ്ലസ് I3 ആണ്, മൈനസ് അല്ല പ്ലസ് ആണ്, ബിക്കോസ് ബോത്ത് ആർ ഇൻ സെയിം ഡയറക്ഷൻ. ആൻഡ് മൈനസ് ഈ കറണ്ട് ഇവിടെ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 1 ഇൻറ്റു I1 പ്ലസ് I2 ഈക്വൽ ടു 0. ആൻഡ് ഈ I3 നമുക്ക് വേണ്ട, നമുക്ക് എക്സ്പ്രഷനിൽ I3 ഇല്ല, I1 I2 മാത്രമേ ഉള്ളൂ. സോ വി വിൽ റീപ്ലേസ് ദിസ് വൺ, V2 ഈക്വൽ ടു I2 പ്ലസ് 5I1 പ്ലസ് I1 പ്ലസ് I2, or we will get the value of V2 was I1ൻ്റെ ഇത് രണ്ടും ഉണ്ട്, സോ ഇറ്റ് ഈസ് 6I1 പ്ലസ് 2I2. അപ്പം കമ്പാരിറ്റീവ്ലി ഈ പ്രോബ്ലം നമുക്ക് V1ഉം V2ഉം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് എ സിമ്പിൾ മെത്തേഡ്, അത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് വളരെ. ആൻഡ് what we need to find is, we need to find ABCD parameter. In ABCD parameter, the representation is V1 transmission parameter. So V1 I1 as a function of V2 comma minus I2, and the expression is എന്താണ്, V1 equal to A V2 minus B I2 and I1 equal to എപ്പോഴും എഴുതി തരും, സോറി, C V2 മൈനസ് D I2 എന്നാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് എക്സ്പ്രഷൻ വി നീഡ് ടു കൺവേർട്ട് ദീസ് ടു ഇൻറ്റു ദിസ് വൺ. ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പലതവണ പറഞ്ഞു തന്ന കാര്യമാണ്. എഗെയിൻ ഐ വിൽ റിപ്പീറ്റ്. ഓക്കെ, എഗെയിൻ ഐ വിൽ റിപ്പീറ്റ്. ഇതിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ്
അല്ലെങ്കിൽ we need to express v1 and i1 in terms of v2 and i2 അല്ലെങ്കിൽ ഈ v2 ഉം i2 ഉം വരുന്ന ഒരു ഇക്വേഷൻ ഇത് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ ദീസ് ആർ അവർ ഫൈനൽ ഇക്വേഷൻ. ഐ നീഡ് ടു ഫൈൻഡ് ആൻ ഇക്വേഷൻ വിച്ച് കണ്ടെയ്നിങ് v2 ആൻഡ് i2. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിൽ നോക്കിയാൽ ഇതിൽ v2 ഇല്ല, i2 ഉണ്ട്. ബട്ട് ഇൻ ദിസ് ഇക്വേഷൻ വി ഹാവ് v2 ആസ് വെൽ ആസ് i2. സോ ഫ്രം ദിസ് ഇക്വേഷൻ, second equation, we can rearrange the second equation to obtain the another variable. ഇപ്പോൾ v2 ഉം i2 ഇവിടെ ഒഴിവാക്കിയാൽ we will get the relation of i1, അല്ലെങ്കിൽ we can express this i1 in terms of v2 and i2. ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് എന്താണ്, v2 i2 ആണ് രണ്ടിലും. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിൽ ഏതിലാണോ v2 i2 വരുന്നത് ആ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കുക. ദെൻ റീഅറേഞ്ച് ടു ഫൈൻഡ് ദ റിമൈനിങ് വാല്യൂ. ഇവിടുത്തെ i1 കണ്ടുപിടിക്കണം. അങ്ങനെ i1ൻ്റെ വാല്യൂ എഴുതുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് i1 എന്ന് പറയുന്നത് 1/6. v2ൻ്റെ കൂടെ ഇത് മൈനസ് ചെയ്യണം, v2 മൈനസ് 2i2, or I can rearrange this one as 1/6 v2 മൈനസ് 2ന് പകരം 2/6 വരും, or 1/3 i2 എന്ന് വരും. ഓക്കെ, now we can equate these two values or these two equations. We can equate these two equations, and if we equate these two equations, we can find this will be the value for C and this will be the value for D. So value of C is 1/6 and the value of D is 1/3. And ഇങ്ങനെ i1 ഇക്വേഷൻ കിട്ടിയാൽ we can find the value of v1 in terms of v2 and i2 by replacing i1 here. ഈ i1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ we can find the remaining parameter a and b. ഇപ്പം നമ്മളിവിടെ v1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ we will get the v1 is given 2i1 plus i2, and i1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 1/6 v2 minus 1/3 i2. So if we substitute this one, it's become 2/6 v2 minus 2/3 i2. നമ്മൾ നേരെ എടുത്ത് ഈ വാല്യൂ എടുത്ത് ഇവിടെ i1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബിക്കോസ് ദാറ്റ് പ്ലസ് i2 ഓർ v1 changes to 1/3 v2 minus 2/3 plus 1, so plus 1/3 i2, and I can rearrange this one as 1/3 v2 minus 1/3 i2. And ഈ v1ൻ്റെ ഇക്വേഷനും this equation, and write this equation in this equation, and the v1 equal to a v2 minus b i2, v1 equal to a v2 minus b i2. We can find that the value of a is 1/3 and b is minus 1/3. അപ്പം ഇത് രണ്ടും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതിലെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. നമുക്കിത് കണക്ക് ഇപ്പോൾ ഇവിടെ ABCD ആണ് ചോദിച്ചത്. ഇഫ് they are asking for h parameter, we can easily find by this conversion method. h parameter ആണ് ചോദിക്കുന്നതെങ്കിൽ, if the question is for h parameter, if I have space I will do, I will keep this one and I will add one more page. If they are asking for h parameter of the given network, I will share again. h പാരാമീറ്റർ ആണ് ഇതേ പ്രോബ്ലത്തിന് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ we can easily find. നമുക്ക് ജസ്റ്റ് ഒരു ഫോർമുല കൺവേർഷൻ എഴുതണമെന്നേ ഉള്ളൂ. if we have z parameter representation like v1 equal to 2i1 plus i2 and v2 equal to 6i1 plus 2i2, right? 2i2
6i1 plus 2i2. And if we need to find some h parameter of the given network, h parameter or hybrid parameter of the given network, we know hybrid parameter we need to express v1 and i2 as a function of i1 and v2. So this is h11 i1 plus h12 v2, i2 equal to h21 i1 plus h22 v2, h22 v2. അപ്പം അവിടെയാണ് നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടുത്തെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് i1 ആൻഡ് v2 ആണ്. i1 ഉം v2 ഉള്ള ഒരു ഇക്വേഷൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇതിൽ v2 വന്നിട്ടില്ല, ഇതിൽ v2 വന്നിട്ടുണ്ട്. ഫ്രം ദിസ് ഇക്വേഷൻ i1 is there as well as v2 is there. So using this one I can express the value of i2. അപ്പം i2ൻ്റെ വാല്യൂ ഇതിൽ നിന്ന് എഴുതാം. From this one I can find the value of i2, the value of something, a minute. Value of i2 we can easily find i2 equal to 1 by 2 v2 minus 6i1, or it is 1 by 2 v2 minus 3i1. It indicating that the value of h21 is 1 by 2 and h22 is 3. Similarly, ഈ i2ൻ്റെ വാല്യൂ ഈ v1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we can find the actual value of v1 in terms of hybrid parameter. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. v1ൻ്റെ വാല്യൂലോട്ട് v1 equal to 2i1 പ്ലസ് i2 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. i2ന് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. i2ൻ്റെ വാല്യൂ 1 by 2 v2 minus 3i1. So the equation is changes to minus i1, അവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, i1 ആണ് ആദ്യം വരേണ്ടത്, minus i1 plus 1 by 2 v2, and from this one we can find the value of h11 is minus 1, h12 is 1 by 2. So we can find the hybrid parameter of this given network. ഇങ്ങനെ ഏത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇതേ ഐഡിയ തന്നെയാണ് ആക്ച്വലി നമ്മൾ ഇവിടെ എക്സ്പ്രഷൻ ഓഫ് എ ബി സി ഡി പാരാമീറ്റർ ഇൻ ടൈംസ് ഓഫ് ഇസഡ് പാരാമീറ്റർ എന്നുള്ളതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി സി ഡി പാരാമീറ്റർ ഓഫ് എ നെറ്റ്വർക്ക് വി ക്യാൻ റൈറ്റ്, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പലരും തെറ്റിച്ചെഴുതിയിരുന്നു, എക്സ്പ്രഷൻ ഓഫ് എ ബി സി ഡി പാരാമീറ്റർ ഇൻ ടൈംസ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ എയുടെ വാല്യൂ ഇസഡിൻ്റെ ടൈമിൽ റെപ്രസെൻറ്റ് ചെയ്യണം, ബിയുടെ വാല്യൂ z11ൻ്റെയോ z22ൻ്റെയോ ഒക്കെ ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യണം. എ ബി സി ഡി പാരാമീറ്ററിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. So for any conversion, first we will write the general equation v1 equal to z parameter implementation z11 i1 plus z12 i2 and v2 equal to z21 i1 plus z22 i2 and ABCD representation നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. ലൈക്ക് v1ന് നമ്മൾ ട്രാൻസ്മിഷൻ പാരാമീറ്റർ v2 മൈനസ് bi2 ആൻഡ് i1ന് നമ്മൾ എപ്പോഴും കയറി വരും cv2 മൈനസ് di2. അപ്പം എനിക്ക് ഈ ഇസഡിൻ്റെ റെപ്രസെൻറ്റേഷനെ അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷനെ ഈ ഒരു രീതിയിലോട്ട് മാറ്റണം. ഇസഡിൻ്റെ റെപ്രസെൻറ്റേഷന് ഐ നീഡ് ടു എക്സ്പ്രസ് v1 ആൻഡ് i1 in terms of z1 and z parameters, or we need to convert this function as a function of v2 and i2. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഇതിനെ ഇവിടെ നമുക്ക് i1ൻ്റെയും i2ൻ്റെയും ഫംഗ്ഷനായിട്ടാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അതിനെ മാറ്റിയിട്ട് v2ൻ്റെയും i2ൻ്റെയും ഫംഗ്ഷനായിട്ട് എഴുതണം. സോ ഏത് ഇക്വേഷനിലാണ് ആദ്യം v2 i2 വരുന്നതെന്ന് നോക്കുക. സോ v2 i2 വരുന്ന ഇക്വേഷൻ ഇതാണ്. v2 ഇവിടെ ഉണ്ട്, i2 ഇതുണ്ട്. സോ അതിൽ നിന്ന് ദ റിമൈനിങ് വേരിയബിളിൻ്റെ ഇക്വേഷൻ എഴുതുക, i1ൻ്റെ ഇക്വേഷൻ. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ സിംപ്ലി റൈറ്റ് i1 ഈക്വൽ ടു
1 by Z2 1 into V2 minus Z2 2 I2, or I1 I can write 1 by Z2 1 V2 minus Z2 2 by Z2 1 I2. Okay, so ഈ equation, if we compare this equation with respect to the equation of I1, I can find the value of C equal to 1 by Z21, and the value of D along with I2, it is D Z22 by Z21. വേറൊന്നും നമ്മൾ ചെയ്തില്ല. ഇവിടെ വോൾട്ടേജസ് ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 ആണ്. ആ I1 ആൻഡ് I2നെ മാറ്റിയിട്ട് നമുക്ക് ഇൻ ടേംസ് ഓഫ് V2 ആൻഡ് I2 ആക്കണം. ബിക്കോസ് വി നീഡ് ടു എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ABCD പാരാമീറ്റേഴ്സ്. V2 ആൻഡ് I2 ആക്കണം. അതിനുവേണ്ടി നമ്മളൊരു കൺവേർഷൻ ചെയ്തു. കൺവേർഷൻ ഇങ്ങനെയാണ് ചെയ്തത്. V2 I2 ഉള്ള ഒരു ഇക്വേഷൻ എടുത്തു. ആ ഇക്വേഷനിൽ നിന്ന് ദ റിമൈനിങ് പാരാമീറ്റർ കണ്ടുപിടിച്ചു. ആൻഡ് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെ ചെയ്യുക. ഇനി ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. If you substitute like that, here, if you substitute like that, the value of V1 become Z11 I1 ആണ്. So Z11 into 1 by Z21 V2 minus Z22 by Z21 I2. പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? പ്ലസ് Z12 I2. If you rearrange this one, V1-നകത്ത് Z11 divided by Z21 V2 വരും. ഇവിടെ I2ൻ്റെ രണ്ട് ടേംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മൈനസ് I2 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് I2 ഉണ്ട്. സോ if I give plus here, the result become Z12 minus Z11 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ Z11 പിന്നെ അവിടുത്തെ വാല്യൂ Z22 ഡിവൈഡഡ് ബൈ Z12 എന്ന് എഴുതാം ഇൻറ്റു I2. ആൻഡ് എനിക്ക് എക്സ്പ്രഷൻ മൈനസിൽ വേണം. ബിക്കോസ് V2 മൈനസ് BI2 ആയതുകൊണ്ട് ഇവിടെ ഞാൻ മൈനസ് ആക്കുന്നു. ദെൻ ദ റിസൾട്ട് ബിക്കം Z11 Z21 V2 minus Z11 Z22 by Z21 minus Z12 into I2 എന്ന് എഴുതാം. ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം Z11 or I am stopping here itself. If I comparing these two equations, I can simply write, if I am comparing these two equations, I can simply write the value of A is Z11 by Z21, value of B is Z11 Z22 divided by Z21 minus Z12. ഇത് എഴുതിയാലും നമുക്ക് റിസൾട്ട് ഫൈൻ ആണ്, ബട്ട് വി ക്യാൻ റീഅറേഞ്ച് ദിസ് വൺ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Z11 Z22 മൈനസ് Z12 Z21 ഡിവൈഡഡ് ബൈ Z21. ഇതെന്ന് പറയുന്നത് Z മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. സോ ഡെൽറ്റ Z, determinant of Z matrix divided by Z21. This indicating determinant. Okay. സോ ഇത് കണക്ക് ഏത് കൺവേർഷനും നമുക്ക് എഴുതാം. നമ്മൾ നേരത്തെ H പാരാമീറ്ററിന് എഴുതിയ കണക്ക് ഏത് കൺവേർഷനും എഴുതാം, എക്സെപ്റ്റ് Z ആൻഡ് Y. Z ആൻഡ് Y വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, Y is nothing but Z inverse. So if the Z parameter is Z11, Z21, Z22, Z12, Z1 തെറ്റിപ്പോയി. Sorry for that. If the Z parameter is Z11, Z12, Z21 and Z22, then the Y parameter we can easily find by taking the inverse of this one. The Y parameter of this one, Y is Z inverse. It is 1 by the determinant delta Z22, ഇവിടെ മൈനസ് കൊടുക്കണം, Z12 മൈനസ് Z21 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് Z11 എന്ന് വരും. ഇതിൽ ഓരോന്നുമായിരിക്കും Y11, Y12, Y21 ആൻഡ് Y22 എന്ന് വരിക.
ഓക്കെ. സോ ഇത് മാത്രമേ ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇത് എസ് വേരിയബിളിലുള്ളതാണ്. വിൽ ഡു ഇറ്റ് ലേറ്റർ. ആൻഡ് വൺ മോർ പ്രോബ്ലം ഈസ് ദെയർ. 10a, that is also a hybrid parameter representation of following network. There also we can solve this one either using loop method or using mesh method or using node analysis. ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇതൊരു പൈ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ്. ലൈക്ക് പൈ മീൻസ് പൈ, ഈ ഒരു പൈ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. പൈ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഇവിടെ വേരിയബിൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു എലമെൻറ്റ് വരുന്നു. ഓക്കെ, ദാറ്റ്സ് പൈ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഇൻ ബിറ്റ്വീൻ ഒരു എലമെൻറ്റ് ഇവിടെ വന്ന കണക്ക് പൈ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ഈസി ടു യൂസ് ഓർ ഈസി ടു ഫൈൻഡ് വൈ പാരാമീറ്റർ ഓർ യൂസിങ് നോഡ് അനാലിസിസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. So pi network node is better. For T network, T type of network, loop is better. Current evaluation is better. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ഇസഡോ വൈയോ മാത്രമേ കണ്ടുപിടിക്കുള്ളൂ, പിന്നെ അതിനെ കൺവേർട്ട് ചെയ്യും. ആൻഡ് ഹിയർ ഐ എം റിയലി ഡിലീറ്റിംഗ് ആൾ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് V2 and these 3 points are shorted. Oh, here it is V2, here it is V1. So here also V1. So actually രണ്ട് നോഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. So it is easy to write the node equations. So node equation with respect to this V1, here I1 is entering, so it is, we will treat it as minus I1, and we can assume these currents are leaving, other currents are leaving, that is plus V1 minus 0 by 1 plus V1 minus V2 by 2 equal to 0. Or I can rearrange this one as I1 equal to V1 plus V1 minus V2 by 2, or 3 by 2 V1, 1 plus 1 by 2 minus 1 by 2 V2. I1, I can express I1 like this. Similarly, I can write for I2. I2 is entering here, or these two nodes are same, these things are same. Here I2 is entering, here it is split into two currents. Okay, split into two currents. So I2, it is minus I2. Here the current is leaving the node, so it is plus 3I2, and here the current is leaving the node, that is plus V2 by 2, and here also the current is leaving, that is plus V2 minus V1 by 2, or V2 minus V1 by 2 equal to 0. Or these two, it's become 2I2 plus V2 by 2 plus V2 by 2, it's become V2 minus V2 by 2, oh sorry, V2 അല്ല, V1 by 2, ഇവിടെ V1 by 2 മാത്രമേ പിന്നുള്ളൂ, equal to 0. Or 2I2, I can write it as V1 by 2 minus V2, or I2 I can write it as 1 by 4 V1 minus V2. Oh sorry, 1 by 2 V2, ഒരു 1 by 2, 1 by 2 കൂടെ ഉണ്ട്. So 1 by 2 V2. So we find sum of the parameter, y parameter ഇവിടെ കണ്ടുപിടിച്ചു. We can convert this y parameter to h parameter or abcd parameter or any other type of parameter. So if I write I1 equation, I1 equal to 3 by 2 V1 minus 1 by 2 V2, 1 by 2 V2, and I2 equal to 1 by 4 V1 minus 1 by 2 V2, and h parameter, hybrid parameter, രണ്ട് different quantity and different port. V1 as a function of h11 I1 plus h12 V2, and I2 as a function of h21 I1 plus h22 V2. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യമാണ് ഇവിടെയും ചെയ്യുന്നത്. എനിക്കിതിനെ മാറ്റണം, such a way that as a function of
as a functions of I1 and V2. I1 ഉം V2 ഉം വരുന്ന ഏത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് നോക്കണം. സോ I1 വരുന്ന ഒരേ ഒരു ഫംഗ്ഷൻ ഇതാണ്. I1 ഉം V2 ഉം ഉണ്ട്. From that we need to express V1. So V1 I can write it as V1 is 2 by 3. ഇതിന് ഇൻവേഴ്സ് 2 by 3 I1 plus 1 by 2 V2, or it is 2 by 3 I1 plus 1 by 3 V2 എന്ന് വരും. ഓക്കെ, 1 by 3 V2. ആൻഡ് ഇനി നമ്മൾ V1ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. ദ വാല്യൂ ഓഫ് ദിസ് V1 we will substitute the second equation. We will get the value of I2. I2 is 1 by 4 into V1ൻ്റെ value 2 by 3 I1 plus 1 by 3 V2 minus 1 by 2 V2, and substituting this one, ഇതിൻ്റെ value 2 cancel ആയി പോകും. We'll get 1 by 6 I1. ഇനി ഇവിടെ plus 1 by 12 V2 minus 1 by 2 V2. 12 എന്ന് പറയുമ്പം 2 here, this one we can this one we can rearrange. 1 by 12 minus 1 by 2, 2 minus 12 by 2 into 12, it is minus 10 by 24, right? Or it is simply minus 5 by 12. This evaluation, and on the sum out ആവും. Okay, and we can express this one as 1 by 6 I1 minus 5 by 12 V2. And now we need to compare the equations. If we compare the equations, like V1, this one with respect to this one V1, and this one with respect to here second one, we can find this will be H11, this will be H12, this will be H21 I1, here it is H22. Now the H parameter H11, H12, H21, H22 becomes 2 by 3, 1 by 3, 1 by 6 and minus 5 by 12. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം മാത്രമേ നമ്മൾ ഈ സെക്ഷനിൽ ചെയ്തോളൂ. ആൻഡ് ഇൻ നെക്സ്റ്റ് സെക്ഷൻ വിൽ ഡു ദ റിമൈനിങ് വൺ. ഓക്കെ, റിമൈനിങ് മീൻസ് എസ് മെട്രിക്സ് വെച്ചുള്ള അതിൻ്റെ കുറച്ച് വർക്കൗട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.